ഓം ശാന്തി. മാനിഫെസ്റ്റേഷൻ പൂർണ്ണമാകാത്തതിൻ്റെ മുഖ്യമായിരിക്കുന്നൊരു ഘടകം ഉപബോധ മനസ്സിൻ്റെ ശുദ്ധീകരണമില്ലാത്തതുകൊണ്ടാണ്. പലരും പറയാറുണ്ട് ചൈൽഡ്ഹുഡ് ട്രോമയാണ്. എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റോറീസ് നമ്മുടെ അടുത്ത് വരുമ്പോൾ കുട്ടിക്കാലത്ത് നമുക്ക് അന്ന് അങ്ങനെ സാഹചര്യം കടന്നു വന്ന സമയത്ത് ഇന്ന ആളുകൾ അല്ലെങ്കിൽ ഇന്ന സാഹചര്യങ്ങൾ പലരും എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പേരൻസ് ആരൊക്കെയോ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടുണ്ട്. സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുക ഈ രീതിയിലാണ്. ഞാൻ കണ്ടിട്ടുള്ള ഒരു 99% ആൾക്കാരും സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ രീതിയിലാണ്. എന്തെങ്കിലും അവരുടെ സങ്കടത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിക്കുള്ള യാത്ര ആരംഭിക്കുമ്പോൾ എവിടെ നിന്ന് തുടങ്ങുന്നു നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിൽ അവരുടെ കുട്ടിക്കാലം മുതൽ ഇപ്പോഴവരെത്തി നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് വരെയുള്ളതായിരിക്കുന്ന അൺലിമിറ്റഡ് ആയിരിക്കുന്ന സങ്കടം, ഇറിറ്റേഷൻ, നിരാശ അഥവാ നെഗ്ലക്ഷൻ അഥവാ നമ്മൾ പരിശ്രമിച്ച് കിട്ടാതെ പോയതിൻ്റെ നിരാശ, നമ്മൾ കണ്ട സ്വപ്നങ്ങൾ തകർന്നതിൻ്റെ മോഹഭംഗങ്ങൾ, ഇങ്ങനെയുള്ള വലിയൊരു ലിസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ടായിരിക്കും. ഈ ലിസ്റ്റ് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടില്ല. എന്താണോ നിങ്ങൾ അതാണ് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. എൻ്റെ ഉള്ളിലൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ട്, അപകർഷതാ ബോധമുണ്ടെങ്കിൽ മറ്റുള്ളവരെ പെരുമാറ്റം മുഴുവൻ അത്തരത്തിലേ എൻ്റെ അടുത്ത് വരുള്ളൂ. കാരണം എൻ്റെ കണ്ണും എൻ്റെ മൂക്കും എൻ്റെ പേഴ്സണാലിറ്റിയും എൻ്റെ എല്ലാ എക്സ്പ്രഷനും എൻ്റെ എനർജി എൻ്റെ പ്രകമ്പനങ്ങളും മുഴുവൻ അതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിങ്ങോട്ടേക്ക് അതിലേ വരുള്ളൂ. അതുകൊണ്ട് നമുക്കെന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആദ്യം നമ്മളെ ക്ലീൻ ചെയ്തേ പറ്റൂ. ഭഗവാന്റെ മഹാവാക്യത്തെ നമ്മളെ പഠിപ്പിക്കാറുണ്ട് മരിച്ചു ജീവിക്കുക എന്ന്. ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളിൽ നിന്നും മരിച്ചുകൊണ്ട് എപ്പോഴാണോ ഭഗവാന്റെ കൂടെ പൂർണ്ണമായി നമ്മൾ ജീവിക്കാൻ തുടങ്ങുന്നത് അവിടെയാണ് നമുക്ക് പേഴ്സണാലിറ്റി ചേഞ്ച് അഥവാ സംസ്കാര പരിവർത്തനം സംഭവ്യമാകുന്നത്. ശ്രദ്ധിക്കേണ്ടത് പുറത്തല്ല, അവനവൻ്റെ ഉള്ളിൽ മാറ്റം കൊണ്ടുവരുമ്പോൾ സംസ്കാര പരിവർത്തനത്തിലൂടെ സംസാര പരിവർത്തനം. നമ്മളെ പരിവർത്തനപ്പെടുത്തിയാൽ നമുക്ക് വേണ്ടി ലോകം മാറിയിരിക്കും. ലോകം മാറുക നോട്ട് ഇൻ ദ സെൻസ് ഈ ലോകത്ത് എല്ലാ കാര്യം മാറിക്കൊള്ളുന്നില്ല. എൻ്റെ ലോകം തീർച്ചയായിട്ടും മാറിയിരിക്കും. എൻ്റെ ലോകം മാറുമ്പോൾ എന്നിലേക്ക് വരുന്ന എൻ്റെ ലോകത്തിൻ്റെ പാർട്ടും മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിക്കൊണ്ട് ഒരു നമ്പർ 1 മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഈശ്വരന് കത്തെഴുതാൻ വേണ്ടിക്കൊണ്ട്. അപ്പോൾ പലരും വിചാരിക്കുക അന്നത്തെ കാര്യം നമുക്ക് അത്യാവശ്യം പറയേണ്ട കാര്യം ഈശ്വരനോട് എഴുതി കൊടുക്കുക എന്നാണ്. ഇന്ന് ഞാൻ വേറൊരു വിദ്യ കൂടെ പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ ശരീരവും മനസ്സും ഒന്നിപ്പിച്ചൊരു കാര്യം ചെയ്യുമ്പോൾ അത് വളരെ വലിയതായിട്ടൊരു ഫീൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു NLP മെത്തേഡിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായി നിങ്ങളുടെ അടുത്ത്. ചൈൽഡ്ഹുഡ് ട്രോമ ഇല്ലാതാക്കാൻ വേണ്ടിക്കൊണ്ട് നിങ്ങൾ വിഷ്വലൈസേഷനിലൂടെ ചെയ്യേണ്ടതായിട്ടുള്ളൊരു മെത്തേഡ്. ഇന്ന് അതിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളെ ക്ലീൻ ചെയ്യാനുള്ളതായിട്ടുള്ള ഒരു സിമ്പിളസ്റ്റ് ആയിരിക്കുന്ന വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അല്ല ഈസി മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ കുറച്ച് ടൈം വേണേ. അത് ആദ്യം പറയുകയാണ്. ഒരു 10 മിനിറ്റ്സ് കൊണ്ട് 5 മിനിറ്റ്സ് കൊണ്ട് ഒരിക്കലും നടക്കില്ല. നിങ്ങളുടെ ഉള്ളു ക്ലീൻ ചെയ്യണമെങ്കിൽ കുറച്ച് സമയം അത്യാവശ്യമാണ്. അതുകൊണ്ട് 1 മണിക്കൂർ വേണമെങ്കിൽ 1 മണിക്കൂർ, 2 മണിക്കൂർ വേണമെങ്കിൽ 2 മണിക്കൂർ, അങ്ങനെ സ്വയം അവനവന് വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നതായിരിക്കുന്ന ഒരു സമയം എടുക്കുക. അത് ഏർലി മോർണിംഗ് ആവാം, രാത്രിയാവാം, നട്ടുച്ചയ്ക്കാവാം, പകലാവാം. സമയത്തിന് യാതൊരു ബന്ധനവുമില്ല. ഏത് സമയത്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ആ ചെയ്യുന്ന സമയത്ത് ആ മുറിയിലുള്ളിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാകാവൂ. മീൻസ് വേറൊരാളുടെ വൈബ്രേഷൻ പോലും നിങ്ങൾ എന്തായിരുന്നത് നോക്കുമ്പോൾ അത് അവിടെ നിലയ്ക്ക് നിങ്ങളുടെ എഴുത്ത്. നിങ്ങൾ എഴുതി തീർന്നില്ലേ എന്നൊരാൾ ചോദിക്കുമ്പോൾ ആ ഫ്ലോ സബ്കോൺഷ്യസ് മൈൻഡിൻ്റെ ഫ്ലോ അവിടെ കട്ടാവും. ഞാൻ പലപ്പോഴും അനുഭവിക്കാറ്. നമ്മളൊരു സ്പീച്ചൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരു ടൈം ബൗണ്ടിൻ്റെ രീതിയിൽ ഈവൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും നമ്മൾ സംസാരിക്കുമ്പോൾ സ്റ്റേജിലുള്ള അപ്പുറത്തുള്ള ആളുകളുടെ കമ്മ്യൂണിക്കേഷനിൽ ഈ രീതി എന്തെങ്കിലും ജസ്റ്റേഴ്സ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ അവിടെ അവസാനിക്കാറുണ്ട്. ഉറപ്പാണ് എനിക്ക്. സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഫ്ലോ അവിടെ നിൽക്കും. എനർജി ഷെയറിങ് അവിടെ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ എഴുതിയാൽ പോലും വേർഡ്സ് എഴുതും, നിങ്ങളുടെ ഫീലിങ്സിന് ഷെയർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ രീതിയിലും സെക്യൂർ ആയിരിക്കുന്ന കുറച്ച് സമയം, റൂമിൻ്റെ ഉള്ളിലേക്ക് ആരും വരാത്ത സമയം, നിങ്ങളെ ആരും വിളിക്കാത്ത സമയം, ഒറ്റയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സമയത്ത് നിങ്ങളൊരു കാര്യം ചെയ്യുക. കുറച്ചധികം പേപ്പറുകളെ ചെറിയ പേപ്പർ സ്ലിപ്പാക്കിയാലും കുഴപ്പമില്ല, വലിയ ഷീറ്റാക്കിയാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു 5-10 പേജ് ആയാലും കുഴപ്പമില്ല. എഴുതിയ ശേഷം കീറിയെടുക്കാൻ പറ്റുന്നൊരു സ്പൈറൽ ഡയറി ആയാലും വിരോധമില്ല. ഏതെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് ഒരു ബ്ലൂ ഇങ്ക് എടുക്കുക. കാരണം അത് നമുക്ക് കുറച്ച് റിലാക്സേഷൻ തരും. ഇത്തരം കാര്യങ്ങൾ എഴുതുമ്പോൾ ബ്ലൂ ഇങ്ക് നമുക്ക് നല്ല റിലാക്സേഷൻ തരും. ബ്ലൂ ഇങ്കിൻ്റെ പെന്നെടുക്കുക. എന്നിട്ട് നിങ്ങൾ
നിങ്ങളുടെ മനസ്സിലുള്ളതായിട്ടുള്ള കുട്ടിക്കാലം തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിങ്ങൾക്ക് സഹോദരങ്ങളിൽ നിന്ന് കിട്ടിയ വിഷമാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് നിന്നാവട്ടെ, ചീത്ത പറഞ്ഞതാവട്ടെ, ഓർ നമ്മുടെ ഫ്രണ്ട്സ് നിന്നായിക്കോട്ടെ, റിലേഷൻ കസിൻസ് ആവാം, അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശിയോ ടീച്ചറോ ആരും ആയിക്കോട്ടെ, ലൈഫിലുണ്ടായ എല്ലാ മോശമായിട്ടുള്ള കാര്യത്തിനും എഴുതാൻ വേണ്ടി സമയം കണ്ടെത്തണം. ഒരു കാര്യം എഴുതി ക്ലോസ് ആയോ, ആ പേപ്പർ മാറ്റി വയ്ക്കുക, അടുത്ത പേപ്പർ എടുക്കുക. അങ്ങനെ ലൈഫിൽ ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ ലൈഫിലുണ്ടായതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ വിശദമായിക്കൊണ്ട് അതിൽ എഴുതി 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 മാറ്റി നോക്കൂ. ഓരോ കാര്യം എഴുതി കഴിയുമ്പോഴും നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യും നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു ഭാരം അങ്ങ് ഇറങ്ങിപ്പോയതുപോലെ. അത് കണ്ടിട്ട് എഴുതണം കേട്ടോ. അതെങ്ങനെയൊക്കെ നിങ്ങൾ അനുഭവിച്ചോ, നിങ്ങളുടെ സങ്കടം എന്തുണ്ടോ, വിഷമം എന്തുണ്ടോ, അതൊക്കെ ഈവൻ ചിലപ്പോൾ എഴുതുമ്പോൾ ചിലർക്ക് കണ്ണൊക്കെ നിറഞ്ഞു പോയെന്നിരിക്കും. സാരല്ലേ, ഒരു കർച്ചീഫ് എടുത്ത് തുടച്ച് കളയി, ആ ഫീലിംഗ് അത് ഒഴുക്കി വിടുക എന്ന് സങ്കല്പിച്ചുകൊണ്ട് എഴുതി തീർത്ത് നോക്ക്. അങ്ങനെ എത്രയെല്ലാം കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ടോ അതൊക്കെ പേപ്പറിൽ എഴുതി കഴിയുന്നതോടുകൂടി നമ്മുടെ മനസ്സ് ക്ലീൻ ആൻഡ് ക്ലിയർ ആയതായിട്ട് തോന്നും നിങ്ങൾക്ക്. സങ്കല്പിച്ചുകൊണ്ട് എഴുതുക, ഞാൻ ഭഗവാന്റെ മുന്നിലാണ് എഴുതുന്നത്. ഇതെല്ലാം ഈശ്വരൻ കാണുന്നതും കേൾക്കുന്നതും. ഞാൻ ഫീൽ ചെയ്യാറുണ്ട് ഈശ്വരന് കത്തെഴുതുന്ന സമയത്ത് ടു മൈ ബിലവഡ് ബാബ എന്ന് എഴുതുമ്പോൾ ബാബ എൻ്റെ അടുത്ത് പറയും മോളെ എന്ന് ഭഗവാൻ എന്നോട് സംസാരിക്കുന്നതായിട്ട് ഞാൻ ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങളും അത് എഴുതാൻ തുടങ്ങുമ്പോൾ, പറയാൻ തുടങ്ങുമ്പോൾ പറയും മോളെ, അത് കഴിയുമ്പോൾ സാരല്ലേ മോളെ, പോട്ട മോളെ എന്നൊക്കെ ഭഗവാൻ, മറിയ പോട്ട മോനെ എന്നൊക്കെ ഭഗവാൻ നമ്മളോട് പറയുന്നതായിട്ട് ഫീൽ ചെയ്യണം. മോനായാലും മോളായാലും നമ്മളൊക്കെ ഭഗവാന്റെ മക്കളല്ലേ, അതുകൊണ്ട് മോനായാലും മോളായാലും എല്ലാവർക്കും തുറന്ന് എഴുതാം. പക്ഷെ ആ സമയത്ത് നിങ്ങളും ഈശ്വരനും അല്ലാത്ത ആരും ആ മുറിയിലുണ്ടാവരുത്. അതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഇരുന്ന് ഈശ്വരൻ്റെ മുന്നിൽ നിന്ന് എഴുതുമ്പോൾ ആ കാര്യത്തിൽ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തുറന്ന് എഴുതാൻ പറ്റും. അതല്ലാത്തൊരു സമയത്തും അത് പൂർണ്ണ രൂപത്തിൽ ഓപ്പൺ ആവില്ല. അങ്ങനെ നമ്മുടെ മിസ്റ്റേക്കോ അല്ലെങ്കിൽ അവരുടെ മിസ്റ്റേക്കോ നിങ്ങൾക്ക് ആരോടും പറയാൻ പറ്റാത്തതോ പറഞ്ഞതോ ആവട്ടെ, എല്ലാ കാര്യത്തിനും വിശദമായി എഴുതി കഴിഞ്ഞ ശേഷം നിങ്ങൾ കുറച്ച് സമയം ആ പേപ്പറൊക്കെ മുന്നിൽ കൂട്ടി വയ്ക്കുക, ആ പെന്നടച്ച് വയ്ക്കുക. ഭഗവാനെ, ഞാനാകുന്ന പുസ്തകം നിൻ്റെ മുന്നിൽ പൂർണ്ണ രൂപത്തിൽ ഓപ്പണായി, ഇത് ഞാൻ സമർപ്പിക്കുകയാണ് നിൻ്റെ അടുത്ത്. ഇനി എനിക്കിതിലെ യാതൊരു ഫീലിങ്സും, നെഗറ്റീവായിട്ട് ഒരു ഫീലിംഗും എനിക്ക് വേണ്ട, ഇതെല്ലാം ഞാൻ കളയുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങ് കീറി മുറിച്ച് ഫുള്ളായിട്ട് കൊച്ചു കൊച്ചു പീസസ് അങ്ങാക്കി മാറ്റുക. എന്നിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് അങ്ങ് കത്തിച്ച് കളഞ്ഞു നോക്കുക. ഈ ഒരൊറ്റ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങളൊരു കൗൺസിലർക്ക് 1000 കൊടുത്തു പോയിട്ട് കഥ പറഞ്ഞാൽ പോലും കിട്ടാത്ത ആ റിലാക്സേഷനും ആ സുഖവും ഈ ഒരു രീതിയിൽ ഭഗവാന്റെ മുന്നിലിരുന്നു കൊണ്ട് ഞാനെന്ന വ്യക്തി എന്നെ പൂർണ്ണമായിട്ടും ഓപ്പനാക്കിക്കൊണ്ട് എല്ലാ കാര്യവും എഴുതി കഴിഞ്ഞ് ഭഗവാന്റെ ആ ക്ഷമേനെ സ്വീകരിച്ച് ആ സ്നേഹത്തെ അനുഭവം ചെയ്ത് അതുകൊണ്ട് കത്തിച്ച് കളയുമ്പോൾ നിങ്ങളുടെ പാസ്റ്റിലെ എല്ലാ നെഗറ്റീവ് ഫീലിങ്സും അതങ്ങ് ഒഴുക്കി കളഞ്ഞ പോലെയോ. മെമ്മറി പൂർണ്ണമായിട്ട് പോകുമെന്നല്ല, എഴുതി കഴിഞ്ഞ ഈ ജന്മത്തിലല്ലേ ഉണ്ടായത്, മറക്കുകയല്ല. പക്ഷേ നിങ്ങൾ പിന്നെ ആലോചിക്കാൻ നോക്കുമ്പോൾ അതിനുള്ള ഫീലിംഗ് പാർട്ട് ഉണ്ടാവില്ല. എ സീൻ കാണും പോലെ അവർ വരുന്നുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും, അങ്ങനെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ മറ്റത് അവരെന്നോട് ആ കാര്യം പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നൊരവസ്ഥയുണ്ടല്ലോ, അതുണ്ടാവില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയും, ദാറ്റ്സ് ഓൾ. മറക്കില്ല, പക്ഷേ അതൊരിക്കലും ഫീലിങ്ങിലുണ്ടാവില്ല. ഫീലിങ്ങിലില്ല എങ്കിൽ ഉപബോധ മനസ്സിന് ആ ഫയൽ അങ്ങ് ഡിലീറ്റായി പതിയെ നമ്മൾ മറന്നും പോവുക കാര്യത്തിന്. അങ്ങനെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ പറ്റിയാൽ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഇന്നലെ വരെയുള്ള ഭാരം മുഴുവൻ കഴുകാൻ പറ്റും. ഇന്നലെ വരെയുള്ള ഭാരം കഴുകിയിട്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഭഗവാനായിട്ട് കണക്റ്റഡ് ആവാൻ പറ്റും. ആ കറണ്ട് പ്രവാഹം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അതിൻ്റെ സുഖം അനുഭവിക്കാൻ പറ്റും. അത് നമ്മുടെ പേഴ്സണാലിറ്റീനെ പൂർണ്ണമായിട്ട് മാറ്റാൻ തുടങ്ങും. അങ്ങനെ ക്ലീനിങ് ചെയ്തിട്ടാണ് മനസ്സിൽ നമ്മൾ വിഷ്വൽ ചെയ്യുന്നത്, നമ്മുടെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഭാവനയോട് കൂടിയിട്ട് ഈ ബോധ മനസ്സിൻ്റെ ഒരു ക്വസ്റ്റ്യനിങ് ഉണ്ടല്ലോ, ഇത്രയും കടല നീയാണോ ഇന്ന് സമ്പന്നാന്ന് എഴുതുന്നത് എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ, അതിൻ്റെ പ്രഭാവം വളരെ ഇല്ലാതായി മാറും. അത് ബോധ മനസ്സിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. കാരണം എൻ്റെ സങ്കടമൊക്കെ ഒഴുക്കി കളഞ്ഞല്ലോ, ഇപ്പം എന്തോ അത് പുതിയതുപോലെ നിൽക്കും. അങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ പേജുകളിലേക്ക് നല്ല നല്ല ഫീലിങ്സിനെ, നല്ല അനുഭൂതികളെ, നല്ല ഇൻഫോർമേഷൻസിനെ, പോസിറ്റീവ് അഫർമേഷൻസിനെ ഒക്കെ നിറച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഡ്രീമിനെ വളരെ വേഗം അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത് സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ്സാണ്, ആർക്കും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സിലെ എല്ലാ ട്രോമകളും ഇല്ലാതാക്കിക്കൊണ്ട് ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കാൻ സാധിക്കട്ടെ എന്ന് സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.